ഹലോ ഓൾ, എല്ലാവർക്കും ഐറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 76 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 75 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് 76 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 76. Which one of the following is a reason why astronomical distances are measured in light years? Okay, so astronomical measures light year മെഷർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് ചോദിച്ചത്, റീസൺ എന്താണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, distances among stellar bodies do not change. Option B, gravity of stellar bodies does not change. Option C, light always travels in straight line. Option D, speed of light is always same. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എലിമിനേറ്റ് ചെയ്ത് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം എന്താണ് ചോദിച്ചേക്കുന്നത്, ലൈറ്റ് ഇയേഴ്സിൽ എന്തുകൊണ്ടാണ് ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഡിസ്റ്റൻസ് എമോങ് സ്റ്റെലാർ ബോഡീസ് ഡു നോട്ട് ചേഞ്ച്. സ്റ്റെലാർ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം അതെന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സ്റ്റെലാർ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം എന്തൊക്കെയാണ്, ഇപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ്, പിന്നെന്താണ് ഗ്രാവിറ്റിയുടെ കാരണങ്ങൾ. ഓക്കെ, സോറി, ഗ്രാവിറ്റേഷണൽ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ബോഡീസ്. ഓക്കെ, സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ്, ഡിസ്റ്റൻസ് എമോങ് സ്റ്റെലാർ ബോഡീസ് ചേഞ്ച് ആവാതിരിക്കുന്നില്ല. ഓക്കെ, സോ ദേ ആർ ഓൾവേസ് ചേഞ്ചിങ്. ഓക്കെ, കാരണം എന്താണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ് സ്റ്റെലാർ ബോഡീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ യൂണിവേഴ്സൽ ബോഡീസ്. ഓക്കെ, സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ എന്താണ് സെലസ്റ്റിയൽ ബോഡീസ് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ കാരണം എന്താണ് ഈ ഡിസ്റ്റൻസിന് ചേഞ്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം. സെക്കൻഡ് പറയുന്നത് ഗ്രാവിറ്റി ഓഫ് സ്റ്റെലാർ ബോഡീസ് ഡസ് നോട്ട് ചേഞ്ച്. എഗെയിൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ കാരണം എന്താണ് സെലസ്റ്റിയൽ ബോഡീസിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഗ്രാവിറ്റി ഓഫ് സ്റ്റെലാർ ബോഡീസ് ഡസ് നോട്ട് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. ഓക്കെ, കാരണം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസിനനുസരിച്ചായിരിക്കും എന്താ അതിൻ്റെ ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത് പറയുന്നത് എന്താണ്, ലൈറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ലൈറ്റ് എപ്പോഴും എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ലൈറ്റ് നോർമലി എന്താണ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ എന്താണ് അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വന്നാൽ അതിനെന്താണ് ബെൻഡ് ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകുമ്പോൾ എന്താണ് ലൈറ്റിന് ബെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എന്താണ് അതും വരത്തില്ല. ദെൻ നാലാമത് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഓൾവേസ് സെയിം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ് ഓൾവേസ് സെയിം എന്നാണ് പറയുന്നത്. അതാണ് അപ്പോൾ എന്ത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് ലൈറ്റ് ഇയേഴ്സിൽ മെഷർ ചെയ്യുന്ന കാരണം എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഓൾവേസ് സെയിം. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡ് എന്താണ് ഓൾവേസ് സെയിം ആണ് ഇൻ ദ വാക്യൂം. ഓക്കെ, സോ ഓൾവേസ് സെയിം ത്രൂ ഔട്ട് ദ വാക്യൂം ഓഫ് സ്പേസ്. ഇനി ഈ സ്പീഡ് എത്രയാണ്, ഏകദേശം നമ്മൾ പറയുന്നത് എത്രയാണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് ലൈറ്റിൻ്റെ സ്പീഡ് നമ്മൾ പറയുന്നത്. അപ്രോക്സിമേറ്റ് ആണ്, 2.99 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, സോ അതെന്താണ് നമ്മളതിനെ റൗണ്ട് ചെയ്ത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് ലൈറ്റിൻ്റെ സ്പീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഓൾവേസ് സെയിം ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 76ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 77. We adopted parliamentary democracy based on British model. But how does our model differ from that model? അപ്പോൾ ബ്രിട്ടീഷ് മോഡലും ഇന്ത്യൻ മോഡലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ പാർലമെൻ്ററി മോഡൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആസ് റിഗാർഡ്സ് legislation, the British Parliament is supreme or sovereign, but in India, the power of the Parliament to legislate is limited. Second statement, in India, matters related to the constitutionality of the amendment of an act of the Parliament are referred to the Constitution Bench of the Supreme Court. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ആസ് റിഗാർഡ് ലെജിസ്ലേഷൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈസ് സുപ്രീം ഓർ സോവറിൻ. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് എന്താണ് സുപ്രീം അല്ലെങ്കിൽ എന്താണ് സോവറിൻ ആണ്. കാരണം അവിടെ അമെൻഡ് ചെയ്ത ഒരു ലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്താൽ എന്തായിരിക്കും അതിന് പിന്നെ എന്താണ് ഈ പാർലമെൻറ്റ് തന്നെയാണ് എന്ത് അവിടെ സുപ്രീം പവർ. അത് പിന്നെ എന്താണ് ജഡ്ജ്മെൻറ്റ് വഴിയോ മറ്റു വഴിയോ എന്താണ് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. സോ അത് ബ്രിട്ടീഷ് മോഡലാണ്. പക്ഷേ ഇന്ത്യയിലെ കാര്യത്തിൽ അങ്ങനെയാണോ, ദ പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ഈസ് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അമെൻമെൻറ്റ് ചെയ്താൽ എന്താണ് അവിടെ ജുഡീഷ്യലിന് ഇടപെടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എന്താണ് സുപ്രീം കോടതിന് ഇടപെടാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, വാലിഡ് അല്ലാതാക്കാനായിട്ട് പറ്റും. ഓക്കെ,
സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. കാരണം പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ പവർ ഓഫ് പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് എന്താണ്, ലിമിറ്റഡ് ആണ്. കാരണം അവിടെ എന്താണ്, ലെജിസ്ലേച്ചറിൻ്റെ പവർ മാത്രമല്ല, അവിടെ എന്തെങ്കിലും ലെജിസ്ലേച്ചറിൽ എന്തെങ്കിലും എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനെ ഹനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ എന്താണ്, സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ എന്താണ് ജുഡീഷ്യലിന് എന്താണ് അതിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ ഇന്ത്യ, ബട്ട് ഇൻ ബ്രിട്ടീഷ് എങ്ങനെയായിരിക്കും, പാർലമെൻറ്റ് സുപ്രീം ആണ് അല്ലെങ്കിൽ എന്താണ് സോവറൻ ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ് പാർലമെൻറ്റ് പവർ ലിമിറ്റഡ് ആണ്. അതുകൂടാതെ നമുക്ക് എന്താണ് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൂടാതെ ഫെഡറൽ സ്ട്രക്ചറുമാണ്. ഓക്കെ, സോ ഇതെല്ലാം കൊണ്ട് തന്നെ എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേച്ചറിൽ എന്താണ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ഈസ് ലിമിറ്റഡ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ഇന്ത്യ matter related to the constitutionality of the amendment of an act of the parliament are referred to the constitution bench of the Supreme Court. അഗെയിൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം എന്താണ്, നമ്മുടെ പാർലമെൻറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയുടെ അമെൻമെൻറ്റുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് എന്താണ്, എവിടെയാണ് പോകുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലാണ് പോകുന്നത്. ആർട്ടിക്കിൾ 145 ക്ലോസ് 3. ഓക്കെ, ആർട്ടിക്കിൾ 145 145 ക്ലോസ് 3 എന്നാണ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഓക്കെ, വെൻ ദർ ആർ സിഗ്നിഫിക്കൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ സച്ച് ആസ് ദ വാലിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ എന്താണ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അത് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയുന്നതിനുള്ള കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാം വരുന്ന ഇതിലാണ് ആർട്ടിക്കിൾ 145 ക്ലോസ് 3 വരുന്നത്. അവിടെ എന്താണ്, ആരാണ് ഇടപെടുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് ആയിരിക്കും. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു പവർ ഓഫ് ദ പാർലമെൻറ്റ് ടു ലെജിസ്ലേറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ ബ്രിട്ടനിൽ എങ്ങനെയാണ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് സുപ്രീം അല്ലെങ്കിൽ സോവറൻ ആണ്. ദെൻ ഇന്ത്യയുടെ കാര്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് എ അമെൻമെൻറ്റ് ഓഫ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ആർ റെഫേർഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട്. ഓക്കെ, സുപ്രീം കോർട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി ആയിരിക്കും. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 1ഉം 2ഉം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Next 78. With reference to the Union government, consider the following statements. N. Gopalaswamy Iyengar committee suggested that a minister and a secretary be designated solely for pursuing the subject of administrative reform and promoting it. Second statement, in 1970, the Department of Personnel was constituted on the recommendations of the Administrative Reform Commission 1996, and this was placed under the Prime Minister's charge. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമുക്ക് അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. കാരണം എന്താണ്, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് എ മിനിസ്റ്റർ ആൻഡ് എ സെക്രട്ടറി ബി ഡെസിഗ്നേറ്റഡ് solely for pursuing the subject of administrative reforms and promoting. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഓൾറെഡി ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റും കൂടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, കാരണം എന്താണ്, ഗോപാലസ്വാമി അയ്യങ്കാർ കമ്മിറ്റി 1949-50 ടൈമിലായിരുന്നു ഉണ്ടായിരുന്നത്. 1949-50 ടൈമിൽ. അപ്പോൾ അവരെന്താണ് സജസ്റ്റ് ചെയ്തത്, അവർ റീഓർഗനൈസേഷൻ ഓഫ് ദ മെഷീനറി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റാണ് അവർ ഫോക്കസ് ചെയ്തത്. റീഓർഗനൈസേഷൻ ഓഫ് machinery of central government. Okay, so reorganization of the machinery of central government ആണ് ഈ ഗോപാലസ്വാമി അയ്യങ്കാർ കമ്മിറ്റി ഫോക്കസ് ചെയ്തത്. ആൻഡ് അവർ റെക്കമെൻഡ് ചെയ്തത് എന്താണ്, റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് and improving coordination between ministers. Okay, അപ്പോൾ അവരെന്താണ് റെക്കമെൻഡ് ചെയ്തത്, അവർ പറഞ്ഞത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ആൾസോ ഇംപ്രൂവിങ് ദ കോർഡിനേഷൻ ബിറ്റ്വീൻ മിനിസ്റ്റേഴ്സ് എന്നുള്ള കോർഡിനേഷൻ എന്താണ് ഇംപ്രൂവ് ചെയ്യണം. ഇതാണ് ആര് റെക്കമെൻഡ് ചെയ്തത്, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. അല്ലാണ്ട് അവരെന്താണ് മിനിസ്റ്റേഴ്സ് ആൻഡ് സെക്രട്ടറി ബി ഡെസിഗ്നേറ്റഡ് സോൺലി ഫോർ പർസ്യൂയിങ് ദ സബ്ജക്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് പ്രൊമോട്ടിങ് ഇറ്റ് എന്നുള്ള കാര്യം എന്താണ് അവർ റെക്കമെൻഡ് ചെയ്തില്ല, അവർ സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ പകരം എന്താണ് അവർ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇംപ്രൂവിങ് കോർഡിനേഷൻ ബിറ്റ്വീൻ മിനിസ്റ്റേഴ്സ്, ഇതാണ് എന്ത് അവർ ഡിസ്കസ് ചെയ്ത കാര്യം. അതുകൂടാതെ എന്താണ് അവർ പറഞ്ഞത്, എന്താണ് റീഓർഗനൈസേഷൻ ഓഫ് മെക്കാനിസം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, റീഓർഗനൈസേഷൻ ഓഫ് ദ മെഷീനറി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, അതാണ് എന്താ അവർ പ്രൊമോട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, in 1970 the Department of Personnel was constituted on the recommendations of the Administrative Reform Commission 1966, and this was placed under the Prime Minister's charge. Okay, so first Administrative Reform Commission അല്ലെങ്കിൽ ഫസ്റ്റ് ARC
1996 അപ്പോൾ അവരെന്താണ് റെക്കമെൻഡ് ചെയ്തത്? ദ റെക്കമെൻഡഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വേണമെന്ന് പറഞ്ഞു, ഇൻക്ലൂഡിങ് ദ നീഡ് ഫോർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം. ഓക്കെ, അവരെന്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം അതിനെന്താണ് സജസ്റ്റ് ചെയ്തു. ഓക്കെ, പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എന്താണ് സജസ്റ്റ് ചെയ്തു. അങ്ങനെ 1970 ഓക്കെ 1970 എന്ത് സംഭവിച്ചു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ക്രിയേറ്റ് ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ഓക്കെ, സോ അത് ആരുടെ കീഴിലാണ് വരുന്നത്? ഡയറക്ട്ലി പ്രൈം മിനിസ്റ്ററിൻ്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്ലേസ്ഡ് അണ്ടർ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ചാർജ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ 1996 എന്ത് സംഭവിച്ചു? 1966 ആണ്. ഓക്കെ, 1966 ആണ്. ഓക്കെ, 1970 അപ്പോൾ 1966 എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ARC കമ്മീഷൻ വന്നു. ഓക്കെ, ഫസ്റ്റ് ARC കമ്മീഷൻ വന്നു. സോ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനിൽ എന്താണ് പറഞ്ഞത്? അവർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് ഫോക്കസ് കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 1970 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞ എന്താണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. സോ അത് ആരുടെ അണ്ടറിലായിരിക്കും? പ്രൈം മിനിസ്റ്ററിൻ്റെ ഡയറക്റ്റ് അണ്ടറിലായിരിക്കും. സോ അതാണിത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ആൻസർ പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി മാത്രമാണ് 2 ഓൺലി ആയിരിക്കും എന്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാനുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 79. റൈറ്റ് ടു പ്രൈവസി ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 21 വരുന്നത് റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, അതിൻ്റെ കേസ് സ്റ്റഡീസും നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ് കേസ് സ്റ്റഡി വരുന്നത്? മുത്തുസ്വാമി vs യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ 2017 മുത്തുസ്വാമി vs യൂണിയൻ ഓഫ് ഇന്ത്യ വന്നത്. സോ ആ കേസ് സ്റ്റഡിയിൽ എന്താണ് സുപ്രീം കോർട്ട് പറയുന്നു? റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 21 എന്തിൽ വരുന്നതാണ്? ആർട്ടിക്കിൾ 21 വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. സോ അതിൽ വരുന്നതെന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. സോ 2017 ജഡ്ജ്മെൻറ്റിൽ എന്താണ് സുപ്രീം കോർട്ട് പറയുന്നുണ്ട് എന്താണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി അണ്ടർ ആർട്ടിക്കിൾ 21 വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ കേസ് സ്റ്റഡി ഏതാണ്? പുട്ടസ്വാമി vs യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ദെൻ നമുക്കറിയാം ആർട്ടിക്കിൾ 15 എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? അത് പ്രൊഹിബിഷൻ ഓഫ് ദ ഡിസ്ക്രിമിനേഷൻ ആണ്. ഓക്കെ, ഗ്രൗണ്ട്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? റേസ്, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, പ്ലേസ് ഓഫ് ബർത്ത്. ഓക്കെ, റിലീജിയൻ, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് റേസ്. ദെൻ ആർട്ടിക്കിൾ 19 നമുക്കറിയാം ഫ്രീഡം ആണ്, റൈറ്റ് ടു ഫ്രീഡം. സോ 29 എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ് വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിലാണ് ഇത് വരുന്നത്. സോ നെക്സ്റ്റ് 80. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ ഇന്ത്യ there is no law restricting the candidates from contesting in Lok Sabha election from 3 constituencies. In 1991 Lok Sabha election, Sri Devilal contested from the 3 Lok Sabha constituencies. Third statement, as per the existing rules, if a candidate contests in one Lok Sabha election from many constituencies, his or her party should bear the cost of by-election vacated by him or her in the event of him or her winning in all constituencies. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇൻ ഇന്ത്യ ദർ ഈസ് നോ ലോ റെസ്ട്രിക്റ്റിംഗ് ദ കാൻഡിഡേറ്റ്സ് ഫ്രം കണ്ടസ്റ്റിംഗ് ഇൻ വൺ ലോക്സഭ ഇലക്ഷൻ ഫ്രം 3 കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ എന്താണ് 3 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാൾക്ക് എന്താണ് കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം മാക്സിമം എന്തിനാണ് 2 കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പണ്ട് ഇത് 3 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിരുന്നു. ബട്ട് എന്താണ് പിന്നീട് എന്താണ് ഇത് 2 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ശരിയാണ്. കാരണം ഇൻ 1991 ലോക്സഭ ഇലക്ഷൻ ശ്രീ ദേവിലാൽ കോണ്ടസ്റ്റഡ് ഫ്രം ദ
3 Lok Sabha constituencies. Okay, 1991 ലോക്സഭ ഇലക്ഷനിൽ എന്താണ് ദേവിലാൽ 3 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ദെൻ മൂന്നാമത് പറയുന്നത് എന്താണ്, ആസ് പെർ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ഇഫ് എ കാൻഡിഡേറ്റ് കോണ്ടസ്റ്റ് ഇൻ വൺ ലോക്സഭ ഇലക്ഷൻ ഫ്രം മെനി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഹിസ് ഓർ ഹർ പാർട്ടി ഷുഡ് ബിയർ ദ കോസ്റ്റ് ഓഫ് ബൈ ഇലക്ഷൻ. ഓക്കെ, അതിൻ്റെ ബൈ ഇലക്ഷൻ വരുന്ന കോസ്റ്റ് ആര് വഹിക്കണമെന്നാണ് പറയുന്നത്, പാർട്ടി വഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എന്താണ് ഒരിക്കലും എന്താണ് പാർട്ടി അതിൻ്റെ അത്രയും ഇതെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ് പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ സംഭവിച്ചാലും അതിൻ്റെ ഇത് ആരാണ് ഏൽക്കേണ്ടത്, ഗവൺമെൻറ്റാണ് റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ഗവൺമെൻറ് ആണെന്ത് ആ ബൈ ഇലക്ഷൻ്റെ കോസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, സോ ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ UPSC ക്യാൻസൽ ചെയ്തതാണ്. ഓക്കെ, UPSC ഈ ക്വസ്റ്റ്യൻ ആ വർഷം ക്യാൻസൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ഇൻ 1991 ലോക്സഭ ഇലക്ഷൻ ശ്രീ ദേവിലാൽ കോൺടസ്റ്റഡ് ഫ്രോം ദ 3 ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും എന്ത് ശരിയെന്ന് പറയുന്നത്. ഓക്കെ, സോ സിൻസ് 1996 മുതൽ എന്താണ് 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ മത്സരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുവരെ എന്താണ് 3 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചു. അതാണ് 1991 ലോക്സഭയിൽ ദേവിലാൽ കോൺടസ്റ്റ് ചെയ്തത്. ഓക്കെ, ശ്രീ ദേവിലാൽ കോൺടസ്റ്റ് ചെയ്തത്. പക്ഷേ എന്താണ് സിൻസ് 1996 മുതൽ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ എന്താണ് മത്സരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം 3 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇല്ല, 2 കോൺസ്റ്റിറ്റ്യുവൻസീസേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, പാർട്ടി അല്ല അതിൻ്റെ കോസ്റ്റ് വഹിക്കേണ്ടത്, പകരം ആരാണ്, ഗവൺമെൻറ് ആയിരിക്കും എന്ത് ആ കോസ്റ്റ് വഹിക്കേണ്ടത്. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ഈ ഒരു ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് ഇങ്ങനെ ബൈ ഇലക്ഷൻ വന്നാൽ അതിൻ്റെ കോസ്റ്റ് എന്താണ് പാർട്ടികൾ ഫോം ചെയ്യണം, അല്ലെങ്കിൽ പാർട്ടികൾ എന്താണ് വഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെയായിട്ട് എന്താണ് ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ എന്താണ് നടപ്പാക്കിയിട്ടില്ല ഇന്നേവരെ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. റൈറ്റ് ടു ദ സിറ്റി ഈസ് an agreed human right and UN Habitat monitors the commitments made by each other countries in this regard. Second statement, a right to the city gives every occupant of the city the right to reclaim public spaces and public participation in the city. Third statement, a right to the city means that the state cannot deny any public services or facility to the unauthorized colonies in the cities. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്കി, right to the city gives third statement. Okay, right to the city means the state cannot deny any public service or facility to the unauthorized colonies in the city. ഓക്കെ, അതായത് എന്താണ് റൈറ്റ് ടു സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും, സിറ്റിയിലുള്ള എല്ലാവർക്കും ഉള്ള എന്തെങ്കിലും റൈറ്റ്സ് ആയിരിക്കും. സോ അവിടെ എന്തായിരിക്കും സ്റ്റേറ്റിന് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് എന്താണ് ഡെനി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ എന്തായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായുള്ള ചാൻസ് കൂടുതലാണ്. കാരണം റൈറ്റ് ടു സിറ്റി മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് കനോട്ട് ഡെനി എനി പബ്ലിക് സർവീസ്. കാരണം പബ്ലിക് സർവീസിനെ പറ്റിയാണ് പറയുന്നത്. സോ അതെന്താണ് ആർക്കും അങ്ങനെ ഡെനി ചെയ്യാനുള്ളത് പറ്റത്തില്ല. കാരണം എല്ലാവർക്കും അതെന്താണ് ഈക്വലായിട്ട് കിട്ടേണ്ടതാണ്. സോ പബ്ലിക് സർവീസും ഫെസിലിറ്റി ടു ദ അൺഓതറൈസ്ഡ് കോളനീസ് ഇൻ ദ സിറ്റീസ്. ഓക്കെ, അത് അൺഓതറൈസ്ഡ് ആയാലും ഓതറൈസ്ഡ് ആയാലും ഓക്കെ ഹൂവർ അതിലെന്താണ് കാര്യമില്ല. കാരണം സ്റ്റേറ്റിന് എന്താണ് അത് ഡെനി ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റേറ്റ് കാരണം എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. സോ റൈറ്റ് ടു ദ സിറ്റി എന്ന് പറയുന്നത് എന്താണ് അൺഓതറൈസ്ഡിനും കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവും. സോ നമുക്ക് 3 ശരിയായി. ദെൻ ഇനി എന്താണ് 2 ഉണ്ടാകുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, റൈറ്റ് ടു ദ സിറ്റി ഗീവ്സ് എവരി ഒക്യുപ്പൻറ്റ് ഓഫ് ദ സിറ്റി ദ റൈറ്റ് ടു റിക്ലെയിം പബ്ലിക് സ്പേസസ് ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിറ്റി. എഗെയിൻ എന്താണ് വെറും ലോജിക്കലി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം എന്താണ് റൈറ്റ് ടു സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് എവരി ഒക്യുപ്പൻറ്റ് അവിടെയുള്ള എല്ലാവർക്കും എന്താണ് റൈറ്റ് ടു റിക്ലെയിം പബ്ലിക് സ്പേസസ്. ഓക്കെ, പബ്ലിക് സ്പേസസ് റിക്ലെയിം ചെയ്യാം. അതുകൂടാതെ എന്താണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിറ്റി. ആ സിറ്റിയിലെ കാര്യങ്ങളിൽ എന്താണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ അതും എന്താണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റൈറ്റ് ആയിട്ട് എടുക്കാം. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും 2 and 3 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മളെന്താണ് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ റൈറ്റ് ടു സിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ എന്താണ് നമ്മുടെ ജസ്റ്റ് ഉള്ള ഒരു നോളജിൻ്റെ ഇതിൽ വെച്ച് എന്താ എലിമിനേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. കാരണം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 and 3 ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ് പറയുന്നത്. കാരണം റൈറ്റ് ടു ദ സിറ്റി ഈസ് ആൻ എഗ്രീഡ് ഹ്യൂമൻ റൈറ്റ് ആൻഡ് UN Habitat monitors the commitments made by each country in this regard എന്നാണ് പറയുന്നത്. ഇതെന്താണ് ഒരു ഇൻ്റർനാഷണലി നോട്ട് ആൻ ഇൻ്റർനാഷണലി എഗ്രീഡ് ആണ്. ഓക്കെ, സോ ഇത് internationally agreed and also legal binding അല്ല.
ലീഗൽ ബൈൻഡിങ്ങും അല്ല, ലീഗൽ ബൈൻഡിങ് ആയിട്ടില്ല, ഹ്യൂമൻ റൈറ്റ്സും അല്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയി. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റൈറ്റ് ടു സിറ്റി ഗീവ്സ് എവരി ഓക്യുപ്പൻ്റ് ഓഫ് ദ സിറ്റി ദ റൈറ്റ് ടു റിക്ലെയിം പബ്ലിക് സ്പേസസ് ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിറ്റി. അത് റൈറ്റുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് റൈറ്റ് ടു ദ സിറ്റി മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് കനോട്ട് ഡെനി എനി പബ്ലിക് സർവീസ് ഓർ ഫെസിലിറ്റി ടു ദ അൺഓതറൈസ്ഡ് കോളനീസ് ഇൻ ദ സിറ്റി. അത് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. 2 and 3 ഓൺലി ആയിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, consider the following statement. Judicial custody means an accused is in custody of the concerned magistrate and such accused is locked up in police station, not in jail. Second statement, during judicial custody, the police officer in charge of the case is not allowed to interrogate the suspect without approval of the court. Okay, again വളരെ സിമ്പിളായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ജുഡീഷ്യൽ കസ്റ്റഡി മീൻസ് ആൻ അക്യൂസ്ഡ് ഈസ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കൺസേൺഡ് മജിസ്ട്രേറ്റ്. ഓക്കെ, നമുക്കറിയാം ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു കൺസേൺഡ് മജിസ്ട്രേറ്റിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. ആൻഡ് സച്ച് അക്യൂസ്ഡ് ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ആ അക്യൂസ്ഡിന് എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ലോക്ക് ചെയ്തേക്കണമെന്നാണ് പറഞ്ഞത്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡി വാങ്ങുന്നത് എന്താണ്? പോലീസുകാരെ ഇൻ്റർഫെയർ ചെയ്യാതിരിക്കാനായിട്ടാണ് എന്ത് ജുഡീഷ്യൽ കസ്റ്റഡി വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് വെച്ചാൽ അവരെ എവിടെയായിരിക്കും ലോക്ക് ചെയ്യേണ്ടത്? ജയിലിലായിരിക്കും ലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അവരുടെ എന്താണ് പോലീസ് സ്റ്റേഷനിൽ ലോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പോലീസ് കസ്റ്റഡിയിലായിരുന്നെങ്കിൽ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ലോക്ക് ചെയ്യാമെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും റോങ് ആയിരിക്കും. കാരണം ലോക്ക്ഡ് അപ്പ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അവർ ജയിലിലായിരിക്കും എന്ത് ലോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ എയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഡ്യൂറിങ് ജുഡീഷ്യൽ കസ്റ്റഡി ദ പോലീസ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ കേസ് ഈസ് നോട്ട് അലൗഡ് ടു ഇൻ്ററോഗേറ്റ് ദ സസ്പെക്ട് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കോർട്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ടൈമിൽ എന്താണ്? ആ കേസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഓഫീസിന്, ഏത് പോലീസ് ഓഫീസിനാണ് ചാർജ് ഉള്ളത്, അവർക്ക് എന്താണ് ആരെ ഇൻ്ററോഗേറ്റ് ചെയ്യാൻ പറ്റില്ല? സസ്പെക്റ്റിനെ ഇൻ്ററോഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ കോർട്ട്. കോർട്ടിൻ്റെ അപ്രൂവൽ ഇല്ലാതെ എന്താണ് ഇൻ്ററോഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടായാലും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. കാരണം ജുഡീഷ്യൽ കസ്റ്റഡി എന്ന് വെച്ചാൽ ആരെ അണ്ടറിലായിരിക്കും? കോർട്ടിൻ്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അവരെ ഇൻട്രോഗേറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും? അവിടെ തീർച്ചയായിട്ടും കോർട്ടിൻ്റെ അനുമതി വേണം. അല്ലെങ്കിൽ എന്തായിരിക്കും? അത് വേറെ നെഗറ്റീവ് ലെവലിൽ പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. കാരണം പോലീസുകാർക്ക് എന്താണ് ഇവരെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ എന്താണ് ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും പ്രക്രിയകളൊക്കെ യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു അക്യൂസിനെ ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് എന്താണ് പോലീസുകാർക്ക് ആരുടെ പെർമിഷൻ വേണം? ആരുടെ പ്രയർ പെർമിഷൻ വേണം? ഈ കോർട്ടിൻ്റെ പ്രയർ പെർമിഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് കോർട്ടിൻ്റെ അപ്രൂവൽ വേണം. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആയിരിക്കും. 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് 82ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ഇന്ത്യ, consider the following statement. When a prisoner makes out a sufficient case, parole cannot be denied to such person because it becomes a matter of his or her right. Second statement, state governments have their own prisoners released on parole rules. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, when a prisoner makes out a sufficient case, parole cannot be denied. ഓക്കെ, parole ഡിനൈ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ടു സച്ച് prisoner because it becomes a matter of his or her right. ഓക്കെ, ഇതെന്താണ്? പ്രിസണേഴ്സിൻ്റെ റൈറ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം പരോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും പ്രിസണേഴ്സിൻ്റെ റൈറ്റ് അല്ല. ഓക്കെ, പ്രിസണേഴ്സിൻ്റെ റൈറ്റ് അല്ല, ജസ്റ്റ് എന്താണ് ഒരു പ്രിവിലേജ് ആണ്. ഗ്രാൻഡഡ് ബൈ ഹൂം? ഗ്രാൻഡഡ് ബൈ ദ സ്റ്റേറ്റ്. സോ പരോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രിവിലേജ് granted by സ്റ്റേറ്റ്. ഓക്കെ, സോ പരോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രിവിലേജ് ആണ്, ഗ്രാൻഡഡ് ബൈ സ്റ്റേറ്റ്. അതുകൊണ്ട് എന്താണ് അത് ഡിനൈ ചെയ്യാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റിന് അധികാരമുണ്ട്. സോ കനോട്ട് ബി ഡിനൈഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കാരണം സ്റ്റേറ്റിന് എന്താണ് ഡിനൈ ചെയ്യുക? ഈ പരോളിൽ ഇറങ്ങുന്ന വ്യക്തി എന്താണ് അപകടകാരിയാണ്, അല്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങിയ എന്താണ് അത് കേസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്താണ് സ്റ്റേറ്റിന് അത് ഡിനൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതെന്താണ്? സ്റ്റേറ്റ് കൊടുക്കുന്നത് പ്രിവിലേജ് മാത്രമാണെന്ന് പറയുന്നത് പരോൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Second statement, the state governments have their own prisoners released on the parole rules. So the state governments എന്താണ് അവരെ പ്രിസണേഴ്സിന് എന്താണ് പരോൾ റൂൾസ് വെച്ച് എന്താണ് പുറത്ത് ഇറക്കുന്നുണ്ട്. നമുക്കറിയാം പ്രിസൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് വരുന്നത്. പ്രിസൺ എന്ന് പറയുന്നത്
സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇതിൽ പ്രിസൺ അല്ല ഓക്കെ, പ്രിസൺ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും ആർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ പരോൾ എന്ന് പറയുന്നത് എന്താണ്, പ്രിസണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് എന്താണ് അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കാം, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റിന് ഇതിന് എന്താണ് റൂൾസ് കൊണ്ടുവരാം, ഇതിന് വേണ്ടി എന്താ റൂൾസ് കൊണ്ടുവരാം. സോ പരോൾ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് പരോൾ റൂൾസ് കൊണ്ടുവരാം. ആൻഡ് ആൾസോ ദേ ക്യാൻ റിലീസ് ദ പ്രിസണേഴ്സ് ഓൺ ദ പരോൾ റൂൾസ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമായിരിക്കും എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ അതാണ് പരോൾ എന്ന് പറയുന്നത്. സോ പരോൾ എന്താണ്, പ്രിവിലേജ് ഗ്രാൻഡഡ് ബൈ സ്റ്റേറ്റ് ആണ്. അതെന്താണ് ആരുടെയും അധികാരമല്ല. സോ അല്ലെങ്കിൽ എന്താണ് റൈറ്റ്സ് അല്ല. ഓക്കെ, പ്രിസണേഴ്സിൻ്റെ റൈറ്റ്സ് അല്ല അത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ദെയർ ഓൺ പ്രിസൺ റിലേറ്റഡ് ടു പരോൾ റൂൾസ്. ബിക്കോസ് എന്താണ് പ്രിസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ വരുന്നതാണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അതിൽ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി മാത്രമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദ നാഷണൽ ലെവൽ which ministry is the nodal agency to ensure the effective implementation of the Scheduled Tribes and other traditional forest dwellers recognition of Forest Right Act 2006? ഓക്കെ, സോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് തന്നെ ഏത് മിനിസ്ട്രിയിലായിരിക്കും ഇത് വരുന്നത്, നോർമലി മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിലാണ് വരുന്നത്. ഓക്കെ, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളതുകൊണ്ട് എന്താണ് ഇത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിലാണ് വരുന്നത്. ഓക്കെ, സോ ആസ് പെർ ദ ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, ഓക്കെ, FRA ആക്ട് 2006 പ്രകാരം ആരാണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് എന്ത് നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയുള്ള നാഷണൽ ലെവലിൽ നോഡൽ ഏജൻസി ഏതാണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അല്ല. അതുപോലെ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജും അല്ല. ദെൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും അല്ല. ആൻസർ എന്താണ്, ഇവിടെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആരാണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഏതിൽ വരുന്നത്. 84th ക്വസ്റ്റ്യൻ, അതായത് ഫോറസ്റ്റ് റൈറ്റ് റെക്കഗ്നൈസേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് 2006 പ്രകാരമാണെന്ത് ഈ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിനെ എന്താക്കി നാഷണൽ ലെവലിൽ നോഡൽ ഏജൻസിയായി മാറ്റിയതിന് വേണ്ടി. ഓക്കെ, സോ 84 ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്. നെക്സ്റ്റ് 85, a legislation which confers on the executive or administrative authority an unguided and uncontrolled discretionary power, okay, in the matter of application of law violates which one of the following articles of the Constitution of India? Okay, അപ്പോൾ ഇത് ഏത് ആർട്ടിക്കിളിനെ വയലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്, ഏത് ആർട്ടിക്കിൾ ആയിരിക്കും, ഓപ്ഷൻ ആർട്ടിക്കിൾ 14 ആണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിലാണ് അത് വരുന്നത്. ഓക്കെ, സോ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് പറഞ്ഞത്. ഓക്കെ, സോ ഇൻ ഇന്ത്യയുടെ കാര്യത്തിൽ എന്താണ്, SC ഹാസ് കോൺസ്റ്റൻ്റ്ലി ഹെൽഡ് ദാറ്റ് എന്തായിരുന്നു, എനി ലോ ദാറ്റ് ഗ്രാൻഡ്സ് അൺഗൈഡഡ് ആൻഡ് അൺകൺട്രോൾഡ് discretionary power. ഓക്കെ, ഞാൻ ഇവിടെ പറയുന്നത് അൺഗൈഡഡ് ആൻഡ് അൺകൺട്രോൾഡ് ഡിസ്ക്രിഷണറി പവർ ടു ദ എക്സിക്യൂട്ടീവ് ഈസ് ആർബിട്രറി. ഓക്കെ, സോ എന്താണ് SC പറയുന്നത്, എന്താണ് എനി ലോ, സുപ്രീം കോടതി പറയുന്നത് എനി ലോ ദാറ്റ് ഗ്രാൻഡ്സ് അൺഗൈഡഡ് ആൻഡ് അൺകൺട്രോൾഡ് ഡിസ്ക്രിഷണറി പവർ ടു ദ എക്സിക്യൂട്ടീവ് ഈസ് ആർബിട്രറി. അതെന്താണ് ആർബിട്രറി ആണെന്ന് പറയുന്നുണ്ട്. ആർബിട്രറി എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ആൻറ്റി തീസിസ് ഓഫ് ഇക്വാലിറ്റി ആണ്. ഇക്വാലിറ്റി ഒരു ആൻറ്റി തീസിസ് ആണ് ആർബിട്രറി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ് അത് ഏതിൻ്റെ വയലേഷൻ ആയിരിക്കും, റൈറ്റ് ടു ഇക്വാലിറ്റി ആയിരിക്കും. ഓക്കെ, ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 14 ആണ് വയലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 86, which one of the following in Indian polity is an essential feature that indicates that federal in character? Okay, federal in characterൻ്റെ ഇത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി, independence of judiciary is safeguarded. The union legislature has elected representatives from constituent units. The union cabinet can have elected representatives from regional parties. Fundamental rights are enforceable by the court of law. അപ്പോൾ എന്താണ് ഇതിൽ ചോദിച്ചേക്കുന്നത്,
ഫെഡറൽ ഇൻ നാച്ചർ അല്ലെങ്കിൽ ഫെഡറൽ ഇൻ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ പൊളിറ്റിയിൽ എസെൻഷ്യൽ ഫ്യൂച്ചർ ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഫെഡറൽ ഇൻ ക്യാരക്ടർ? ഫെഡറൽ ക്യാരക്ടറിനെ ഇതിൽ ഏതാണ് സൂചിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചിരുന്നത്. ഓക്കെ, ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതിനാണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് ഫെഡറൽ സിസ്റ്റത്തിനെ പറയുന്നത് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് നോക്കി, ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഈസ് സേഫ് ഗാർഡ്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്താണ്? സേഫ് ഗാർഡ് ആവുന്നു. സോ എഫക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫെഡറൽ സിസ്റ്റം നന്നായിട്ട് പോകത്തുള്ളൂ. ഓക്കെ, കാരണം സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ നന്നായിട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സേഫ് ഗാർഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ശരിയായിട്ട് പറയുന്നത്. കാരണം ജുഡീഷ്യറി എപ്പോഴും ശരിയായിട്ട് പോകുന്നെങ്കിൽ മാത്രമല്ല, ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നെങ്കിൽ മാത്രമേ ആ ജുഡീഷ്യറിക്ക് ഇൻവോൾവ് ആകാനായിട്ട് പറ്റുള്ളൂ. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള എന്തെങ്കിലും റിലേഷൻ വന്നാലോ, അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ മോണോപോളി മാറ്റാനോ, അല്ലെങ്കിൽ സെൻട്രൽ എന്തെങ്കിലും മോണോപോളി പരമായിട്ടുള്ള എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ അതിലൊക്കെ ഇടപെടാനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജുഡീഷ്യറി നിന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഇവിടെ ഫെഡറൽ ഇൻ ക്യാരക്ടർ കാണിക്കുന്ന ഏതാണ്? ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സേഫ് ഗാർഡ്. എപ്പോഴും ജുഡീഷ്യറി സേഫ് ഗാർഡായി സേഫായിട്ട് നിന്നാൽ മാത്രമേ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സേഫായി നിന്നാൽ മാത്രമേ നമുക്ക് ഫെഡറൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി സേഫ് ഗാർഡ്. എങ്ങനെ ഈ ജുഡീഷ്യറി സേഫ് ഗാർഡ്, ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് സേഫ് ഗാർഡ് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഫെഡറൽ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് കാരണമാവും. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം സ്റ്റേറ്റ്? അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനൻ്റ്ലി occupying a definite territory independent of external control and possessing an organized government. Second one, a politically organized people of a definite territory and possessing an authority to govern them, maintain law and order, protect their natural rights and safeguard their means of sustenance. Third statement, a number of persons who have been living in a definite territory for a very long time with their own culture, tradition and government. Fourth statement, a society permanently living in a definite territory with a central authority and executive responsible to the central authority and an independent judiciary. അപ്പോൾ ഇതിൽ ഏതാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞേക്കാം. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 4 എസെൻഷ്യൽ ഘടകങ്ങളാണ് വേണ്ടത്. ഏതൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, പോപ്പുലേഷൻ വേണം. പോപ്പുലേഷൻ. ദെൻ പിന്നെ വരുന്നത് എന്താണ്? ടെറിട്ടറി ആയിരിക്കണം. അവിടെ ഒരു ടെറിട്ടറി വേണം. പിന്നെ ഒരു ഗവൺമെൻറ് വേണം. ആൻഡ് ഫൈനലി അതെന്തായിരിക്കണം? സോവേറിനിറ്റി ആയിരിക്കണം. സോവേറിനിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വരുന്ന ഏതെങ്കിലും ടേം ഇതിലുണ്ടാവും നോക്കാം. ഓക്കെ, പോപ്പുലേഷൻ വരുമ്പോൾ എന്തായിരിക്കും? അതൊരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ എന്നാണ് പോപ്പുലേഷൻ വരുന്നത്. സോ പോപ്പുലേഷൻ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ. ദെൻ ടെറിട്ടറി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ടെറിട്ടറി വേണം, അതായിരിക്കും പറയുന്നത്. അപ്പോൾ സോ എ ഡെഫിനറ്റ് ടെറിട്ടറി. ഇനി ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം? എപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം ഒരു സ്റ്റേറ്റിന് വേണ്ടത്. സോ ഒരു ഓർഗനൈസ്ഡ് ഗവൺമെൻറ് വേണം. പിന്നെ സോവേറിനിറ്റി വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ. ഓക്കെ, അതായത് എക്സ്റ്റേണൽ കൺട്രോൾ ഉണ്ടാവരുത് അവിടെ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ കൺട്രോളാണ് സോവേറിനിറ്റി പറയുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ അവിടെ ഉണ്ടാവരുത്. അപ്പോൾ ഇതെല്ലാം കൂടി പോപ്പുലേഷൻ, ടെറിട്ടറിയും ഗവൺമെൻറ്റും സോവറിനിറ്റിയും കൂടെ വരുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ നോക്കി. ഫസ്റ്റ് പറയുന്നത് എന്താണ്? എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ്. ഓക്കെ, കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പറയുമ്പോൾ പോപ്പുലേഷൻ വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺ. ദെൻ പെർമനൻ്റ്ലി occupying ഡെഫിനിറ്റ് ടെറിട്ടറി. ഓക്കെ, അപ്പോൾ ടെറിട്ടറിയും വരുന്നുണ്ട്, കാരണം പെർമനൻ്റ്ലി occupying ഡെഫിനിറ്റ് ടെറിട്ടറി എന്ന് പറയുന്നുണ്ട്. സോ ടെറിട്ടറി അവിടെ വരുന്നുണ്ട്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ. ഓക്കെ, എക്സ്റ്റേണൽ കൺട്രോൾ വരുന്നില്ല. സോ സോവറിനിറ്റി വരുന്നുണ്ട് അവിടെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ കൺട്രോൾ. ആൻഡ് പോസസിങ് ആൻഡ് ഓർഗനൈസ്ഡ് ഗവൺമെൻറ്. ഒരു ഓർഗനൈസ്ഡ് ഗവൺമെൻറ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എന്ത് റൈറ്റ് ആയിട്ട് വരുന്നത്, കാരണം അതിലെല്ലാം വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് വരുന്നുണ്ട്, വിച്ച് മീൻസ് പോപ്പുലേഷൻ. ദെൻ ടെറിട്ടറി വരുന്നുണ്ട്, ഒരു occupying ഡെഫിനിറ്റ് ടെറിട്ടറി വരുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് വരുന്നുണ്ട്, ഓർഗനൈസ്ഡ് ഗവൺമെൻറ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ, അതായത് എന്താണ്? സോവറിനിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും എന്ത് സ്റ്റേറ്റിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ എ കമ്മ്യൂണിറ്റി ഓഫ് പേഴ്സൺസ് പെർമനൻ്റ്ലി ഓക്കുപ്പൈങ് എ ഡെഫിനിറ്റ് ടെറിട്ടറി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ ആൻഡ് പോസസിങ് ആൻഡ് ഓർഗനൈസ്ഡ് ഗവൺമെൻറ്. അതായിരിക്കും എന്ത് സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് 4 കാര്യങ്ങളാണ് ഉള്ളത്: പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് ഫൈനലി സോവറിനിറ്റി. അപ്പോൾ ഇത് 4 കൂടി ചേർന്നാണ് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 കൂടെ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഇത് 4 കൂടെ ഉള്ള ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. 87. നെക്സ്റ്റ് 88. With reference to Indian judiciary, consider the following statements. Any retired judge of the Supreme Court of India can be called back to sit and act as Supreme Court judge by the Chief Justice of India with the prior permission of the President of India. Second statement, the High Court of India has the power to review its own judgment as the Supreme Court does. Okay, അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, എനി റിട്ടയർഡ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്യാൻ ബി കോൾഡ് ബാക്ക് ടു സിറ്റ് ആൻഡ് ആക്ട് ആസ് എ സുപ്രീം കോർട്ട് ജഡ്ജ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, കാരണം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിന് എന്താണ് വീണ്ടും വിളിച്ച് എന്താണ് ജഡ്ജായിട്ട് ഇരുത്താൻ പറ്റും. അതിന് ആരുടെ പ്രയർ പെർമിഷൻ വേണം? പ്രസിഡന്റ് പ്രയർ പെർമിഷൻ വേണമെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, കാരണം അങ്ങനെ ഇരുത്താൻ പറ്റും. ഇന്ത്യയുടെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റും. Second, High Court in India has the power to review its own judgment as the Supreme Court does. Supreme Court എന്താണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണ് റിവ്യൂ ചെയ്യാനുള്ള, അതിൻ്റെ തന്നെ ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ദ സെയിം പവർ എന്താണ് ഹൈക്കോർട്ടിനുണ്ടെന്നാണ് പറയുന്നത്. അതും എന്താണ് ശരിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിനെ വീണ്ടും എന്താണ് ചീഫ് ജസ്റ്റിസ് വിളിച്ച്, അതും ആരുടെ പ്രയർ പെർമിഷനോടെ, പ്രസിഡൻറ്റിൻ്റെ പ്രയർ പെർമിഷനോടെ എന്താണ് വീണ്ടും അവിടെ ജഡ്ജായിട്ട് ഇരുത്താമെന്നാണ് പറയുന്നത്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് വരുന്നത് എന്താണ് ആർട്ടിക്കിൾ 128 വരുന്നത്. ആർട്ടിക്കിൾ 128 വരുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ ഹാസ് ദ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ആസ് എ സുപ്രീം കോർട്ട് ഡസ്. അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വരുന്നത് എന്താണ് ആർട്ടിക്കിൾ 250 വരുന്നത്. ആർട്ടിക്കിൾ 250 എന്ത് ഹൈക്കോടതിന് ഈ ഒരു പവർ ഉണ്ടെന്ന് പറയുന്നത്. ഈ സെയിം പവർ സുപ്രീം കോർട്ടിന് വരുന്ന ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ടിനാകുമ്പോൾ അത് ആർട്ടിക്കിൾ 137 വരുന്നത്. ഓക്കെ, സുപ്രീം കോടതിൻ്റെ ഈ സെയിം പവർ, അതായത് എന്താണ് സുപ്രീം കോടതിന് അവരുടെ ലോസ് എന്താണ് അവരുടെ ജഡ്ജ്മെൻറ്റ് എന്താണ് റിവ്യൂ ചെയ്യാന്ന് പറയുന്നത് ആർട്ടിക്കിൾ 137 വരുന്നത്. ഹൈക്കോടതി വരുമ്പോൾ 250 വരുന്നത്. ഓക്കെ, സോ അതാണ് ആൻസർ. അപ്പോൾ എന്താണ് 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയായിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ഹൈക്കോടതി ഇങ്ങനെ കേസ് ചെയ്യുന്നതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് ഏതെന്ന് പറഞ്ഞത്, ശിവദേവോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് അതെന്താണ് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, ഹൈക്കോടതിന് ഇതെന്താണ് ഈ ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ശിവദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വരുന്നത്. സോ ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ എന്താണ് ഓപ്ഷൻ സി ആയിരിക്കും. ബോത്ത് 1 and 2 ആയിരിക്കും. നെക്സ്റ്റ് 89. With reference to India, consider the following statements. There is only one citizenship and one domicile. A citizen by birth only can become the head of the state. Third, a foreigner once granted the citizenship cannot be deprived of it under any circumstances. Which of the following statements given above is correct? അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നോക്കി, ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ആൻഡ് വൺ ഡൊമിസൈൽ. ഓക്കെ, ഇന്ത്യ എന്താണ് ഒരു സിറ്റിസൺഷിപ്പും ഒരു ഡൊമിസൈലും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും. ഓക്കെ, കാരണം ഇന്ത്യൻ ഒരു ഫോറിനർക്ക് എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്താൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എന്താണ് മാറ്റേണ്ടി വരും. കാരണം ഇന്ത്യയിലുള്ളപ്പോൾ എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്താൽ ഒരു സിറ്റിസൺഷിപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. So Constitution of India does not allow holding Indian citizenship and citizenship of foreign. ഓക്കെ, രണ്ടും കൂടെ എന്താണ് അലോ ചെയ്യാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മതിക്കുന്നില്ല. സെക്കൻഡ്, എ സിറ്റിസൺ ബൈ ബർത്ത് ഓൺലി ക്യാൻ ബിക്കം ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ഓൺലി ക്യാൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സിറ്റിസൺ ബൈ ബർത്തിന് മാത്രമല്ല, കൂടാതെ എന്താണ് നാച്ചുറലൈസ്ഡ് സിറ്റിസണും എന്താണ് എലിജിബിൾ ആണ്. ഓക്കെ, നാച്ചുറലൈസ്ഡ് സിറ്റിസൺ എന്താണ് എലിജിബിൾ ആണ് ടു ബിക്കം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ USA കേസ് എടുക്കുന്നത് എന്താണ്, അവിടെ ഓൺലി സിറ്റിസൺ ബൈ ബർത്ത് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ നാച്ചുറലൈസ് പറ്റില്ല. സോ സിറ്റിസൺ ഓഫ് ബർത്ത് ഓൺലി ക്യാൻ ബിക്കം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. കാരണം നാച്ചുറലൈസ്ഡ് സിറ്റിസൺ എന്താണ് ആവാനായിട്ട് പറ്റും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ്, എ ഫോറിനർ ഓൺസ് ഗ്രാൻഡഡ് ദ സിറ്റിസൺഷിപ്പ് കനോട്ട് ബി ഡിപ്രൈവ്ഡ് ഓഫ് ഇറ്റ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. ഒരു ഫോറിനർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്താൽ എന്താണ് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും തെറ്റായിരിക്കും. കാരണം എന്താണ് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാം സിറ്റിസൺഷിപ്പ് ആക്ട്
1995 എന്താണ് കണ്ടീഷൻസ് പറയുന്നുണ്ട്, എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ആ സിറ്റിസൺഷിപ്പ് തിരിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസ് എടുത്ത് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഫോറിനേഴ്സിന് ഗ്രാൻഡ് ചെയ്താൽ അത് എന്താണ് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം അവിടെ എന്താണ് ഇപ്പോൾ അവർ ഈ ഒരു സിറ്റിസൺഷിപ്പ് എടുത്ത് ബൈ ഫ്രോഡ് വഴിയാണെങ്കിലോ അല്ലെങ്കിൽ ദേ ഷോയിങ് ഡിസ്ലോയാലിറ്റി ടു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ മെയിനായിട്ട് എന്താണ് ഈ വാറിൻ്റെ ടൈമിൽ ആരുമായിട്ട് എനിമി കൺട്രി ആയിട്ട്, ഓക്കെ, എനിമി നാഷനുമായിട്ട് എന്തെങ്കിലും ട്രേഡോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് അതും സിറ്റിസൺഷിപ്പ് തിരിച്ചെടുക്കാനായിട്ട് കാരണമാകും. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 3 തെറ്റാണ്. ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. 1 ഓൺലി മാത്രമായിരിക്കും എന്ത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 89 ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് 90. Which one of the following factors constitute the best safeguards of liberty in a liberal democracy? ഓക്കെ, ഒരു ലിബറൽ ഡെമോക്രസിയിൽ ലിബർട്ടി പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ കമ്മിറ്റഡ് ജുഡീഷ്യറി, സെൻട്രലൈസേഷൻ ഓഫ് പവർ, എലക്റ്റഡ് ഗവൺമെൻറ് ആൻഡ് ഡി സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ലിബറൽ ഡെമോക്രസിയിലാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ചോദിച്ചിരുന്നത്. ആൻസർ ഏതായിരിക്കും? നോർമലി ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആയിരിക്കും എന്ത് വരുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറിയാണ് പറയുന്നത്. ഓക്കെ, കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് വെച്ചാൽ അവരിപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ചിലപ്പോൾ ഏതെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് മാത്രം കമ്മിറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും അത് പ്രോപ്പറായിട്ട് എന്നാൽ ലിബർട്ടി വരത്തില്ല. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ആയിരുന്നെങ്കിൽ എന്തായാലും നമുക്ക് പറയാം ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ആണെങ്കിൽ എന്താണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഇവിടെ എന്താണ് കമ്മിറ്റഡ് ജുഡീഷ്യറി എന്നാണ് പറയുന്നത്, അതെന്താണ് ഒരിക്കലും വരത്തില്ല. ദെൻ സെൻട്രലൈസേഷൻ ഓഫ് പവർ. സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് വെച്ചാൽ എന്താണ് ലിബർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇത് മാത്രം എന്താണ് ഒരു ഓട്ടോക്രസി വരാനാണ് കാരണം ഉണ്ടാകുന്നത് അവിടെ. ഓട്ടോക്രസി. ഓക്കെ, ഓട്ടോക്രസി ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. കാരണം സെൻട്രലൈസേഷൻ ഓഫ് പവർ ആകുമ്പോൾ ഒരു വ്യക്തിയിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഇതിൽ മാത്രമായിട്ട് എന്താണ് പവർ കേന്ദ്രീകരിച്ചിരിക്കുക. അപ്പോൾ എന്താണ് അവിടെ ലിബർട്ടിക്ക് ഓപ്പോസിറ്റ് ആണത്. ഓപ്പോസിറ്റ്. ദെൻ എലക്റ്റഡ് ഗവൺമെൻറ്. ഓക്കെ, എലക്റ്റഡ് ഗവൺമെൻറ് എസെൻഷ്യലാണ്. പക്ഷെ എന്താണ് മെജോറിറ്റേറിയനിസം ആണെങ്കിൽ, ഓക്കെ, എലക്ട് ചെയ്യുന്ന ഗവൺമെൻറ് മെജോറിറ്റേറിയനിസം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഒരു ടൈറനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു മോണോപോളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരു സ്വേച്ഛാധിപത്യം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതും വരത്തില്ല. സോ അതുകൊണ്ടാണ് ഇത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വരുന്നത്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ എല്ലാവർക്കും അധികാരമുണ്ട്. ആർക്കൊക്കെയാണ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഓക്കെ, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഒരു സിംഗിൾ ബെഞ്ച് അല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സിംഗിൾ ബ്രാഞ്ച് അല്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്. പവർ എന്താണ് എല്ലാ പേരിലും എത്തുന്നുണ്ട്. ഓക്കെ, അവിടെ അതുകൊണ്ട് എന്താണ് അവിടെ ലിബർട്ടി അല്ലെങ്കിൽ എന്താണ് ലിബറൽ ഡെമോക്രസി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ആൻസർ വരുന്നത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. കാരണം ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഭാഗങ്ങൾക്ക് എന്താണ് പവർ കിട്ടിയാൽ മാത്രമേ അത് ലിബറലായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രമായിട്ട് പവർ കിട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നോർമലി അവർ മാത്രം എന്താണ് ഒരു മോണോപോളി ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ ഒരു സ്വേച്ഛാധിപത്യം ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ് ബെസ്റ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി ഇൻ എ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നെക്സ്റ്റ് 91. Under the Indian Constitution, concentration of wealth violates the right to equality, DPSP, the right to freedom, the concept of welfare. ഓക്കെ, അഗെയിൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്തിനാണ് വയലേറ്റ് ചെയ്യുന്നത്? എപ്പോഴും DPSP ആയിരിക്കും വയലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 39C എടുത്ത് പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. ആർട്ടിക്കിൾ 39C എന്താണ് DPSP പറ്റി പറയുന്നുണ്ട്. എന്താണ് ഓപ്പറേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നുണ്ട്. ഷുഡ് നോട്ട് result in the concentration of wealth and means of production to common detriment. ഓക്കെ, സോ ഇത് ആർട്ടിക്കിൾ 39C എടുത്ത് പറയുന്നതാണ് ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ കോമൺ ഡെട്രിമെൻറ്റ്. ഓക്കെ, സോ ദ ഓപ്പറേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം ഷുഡ് നോട്ട് ഓപ്പറേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം
So operation of economic system should not result in the concentration of wealth and means of production to common determinants. So ഇത് ആർട്ടിക്കിൾ 39 ക്ലോസ് സിയിൽ എന്താണ് എടുത്ത് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് കെയിം അണ്ടർ ദ DPSP. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 92. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ? ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്തായിരുന്നു? ആർട്ടിക്കിൾ 31 പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഓക്കെ, ബട്ട് പിന്നീട് എന്ത് ചെയ്തു? അത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് മാറ്റി ഏതിലോട്ട് മാറ്റി? ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ലീഗൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺസ് ഓൺലി. ഓപ്ഷൻ ബി ലീഗൽ റൈറ്റ്സ് അവൈലബിൾ ടു എനി പേഴ്സൺ. ഓപ്ഷൻ സി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവൈലബിൾ ടു സിറ്റിസൺസ് ഓൺലി. ഓപ്ഷൻ ഡി നെയ്തർ ഫണ്ടമെൻ്റൽ റൈറ്റ് നോർ ലീഗൽ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി അല്ലെന്ന് നമുക്കറിയാം, കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ അതല്ലെന്ന് നമുക്കറിയാം. പിന്നെ ഏതാണ്? ലീഗൽ റൈറ്റ് അവൈലബിൾ ടു സിറ്റിസൺസും ഉണ്ട്, ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സണും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്? അത് നെയ്തർ ഫണ്ടമെൻ്റൽ റൈറ്റ് നോർ ലീഗൽ റൈറ്റ് ആണോ എന്ന്. ഓക്കെ, എന്തായാലും അറ്റ്ലീസ്റ്റ് എന്താണ് അത് ലീഗൽ റൈറ്റിലോട്ടാണ് മാറ്റിയത് നമുക്കറിയാം. ബട്ട് അത് ഏതിലാണ്? സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ, അത് എനി പേഴ്സൺ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് എന്താണ്? ആർട്ടിക്കിൾ 300A മാറ്റിയത്. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 31 എന്താണ്? ആർട്ടിക്കിൾ 300A എന്ത് ഇത് മാറ്റിയത്. ഇതിൽ പറയുന്നത് എന്താണ്? നോ പേഴ്സൺ ഷാൾ ബി deprived of his property save by authority of law. Okay, so no person shall be deprived of his property save by authority of law എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നോ പേഴ്സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോ സിറ്റിസൺ എന്നല്ല പറയുന്നത്, നോ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിസൺ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? സിറ്റിസൺ പകരം റാദർ ദാൻ സിറ്റിസൺ ദേ യൂസ്ഡ് പേഴ്സൺ. ഓക്കെ, പേഴ്സൺ എന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ എന്തായിരിക്കും? അതുകൊണ്ട് ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കത്തില്ല, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, സോ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സൺ. ഓക്കെ, ലീഗൽ റൈറ്റ് ആണ് അവൈലബിൾ ടു എനി പേഴ്സൺ കിട്ടുന്നതാണത്. ഓക്കെ, സോ ആദ്യം എന്തായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി ആർട്ടിക്കിൾ 31 വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു. ബട്ട് പിന്നീട് എന്ത് ചെയ്തു? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ വഴി എന്ത് മാറ്റി? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി അത് എന്തിലേക്ക് മാറ്റി? ലീഗൽ റൈറ്റ് അവൈലബിൾ ടു എനി പേഴ്സണിലേക്ക് മാറ്റി. ഓക്കെ, സോ ഇതിനെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് ലീഗൽ റൈറ്റ് എന്നോ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ 44th അമെൻമെൻറ്റിലാണ് എന്ത്? ആർട്ടിക്കിൾ 31 നിന്ന് മാറ്റിയിട്ട് അതെന്താക്കിയത്? ലീഗൽ റൈറ്റിലേക്ക് മാറ്റിയത്. ഓക്കെ, അതുവരെ അതെന്തായിരുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോ ഇപ്പം നൗ ഇറ്റ്സ് കെയിം അണ്ടർ ആർട്ടിക്കിൾ 300A വരുന്നത്. നെക്സ്റ്റ് 93. What was the exact constitutional status of India on 26th January 1950? 26th January 1950 ഇന്ത്യയുടെ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ, എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ സോവറൻ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ഇതിൽ ഏതായിരുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കാരണം സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. ഓൺ 26th January 1950 വരെ എന്തായിരുന്നു? ആ ഒരു ടൈമിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു പവർ വന്നപ്പോൾ എന്തായിരിക്കും? ഇന്ത്യ ടു ബി എ സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. ഓക്കെ, പിന്നീട് എപ്പോഴാണ് ബാക്കി ആഡ് ചെയ്തത്? അതായത് സോഷ്യലിസ്റ്റും സെക്യുലറും ആഡ് ചെയ്തത് എപ്പോഴാണ്? സോഷ്യലിസ്റ്റ് സെക്യുലർ പിന്നെയാണ് വരുന്നത്. സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആഡ് ചെയ്ത 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ്. ആൻഡ് 76ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് ഇത് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആഡ് ചെയ്തത്. അങ്ങനെയാണ് പിന്നെ എന്തായത്? സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറിയത്. അതുവരെ സോവറൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് എന്താണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് സോഷ്യലിസ്റ്റും സെക്യുലറും ആഡ് ചെയ്തു. സോ അതുവഴി എന്താണ്? സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് മാറി. ഓക്കെ, 1976ലാണ് എന്ത് ചെയ്ത് ആഡ് ചെയ്തത്? 1976ലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി. നെക്സ്റ്റ് 94. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് മീൻസ് a representative government of a nation with a federal structure, a government whose head enjoys nominal powers, a government whose head enjoys real powers, a government limited by the terms of the constitution. നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എപ്പോഴും ലിമിറ്റഡ് ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ
ഡി ആണ് വരുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്, ഗവൺമെൻറ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് എന്താണ്, ഗവൺമെൻറ് ലിമിറ്റഡ് ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഇനി റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഓഫ് ദ നാഷണൽ വിത്ത് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. കാരണം ഒരിക്കലും എന്താണ് ഫെഡറൽ സ്ട്രക്ചർ മാത്രമായിരിക്കത്തില്ല. ഓക്കെ, അവിടെ ബോത്ത് ഫെഡറൽ ആൻഡ് യൂണിറ്ററി സ്ട്രക്ചർ വരാം കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ എന്താണ്, അത് സോൾലി അപ്ലൈ ടു എന്താണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എ ഗവൺമെൻറ് ഹൂസ് ഹെഡ് എൻജോയ്സ് നോമിനൽ പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് എൻജോയ്സ് നോമിനൽ പവർ എന്ന് പറയുന്നത് സച്ച് ഗവൺമെൻറ്റിന് എന്തായിരിക്കും, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവാൻ പറ്റത്തില്ല. കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതല്ല. ഓക്കെ, നോമിനൽ പവേഴ്സ് വേണമെന്ന് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഗവൺമെൻറ് ഹൂസ് ഹെഡ് എൻജോയ്സ് റിയൽ പവർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ എന്തായിരിക്കും പ്രസിഡൻഷ്യൽ ഗവൺമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിലാവാനായിട്ട് പറ്റും. പക്ഷേ റിയൽ പവർ എന്താണ് എപ്പോഴും ഒരു പ്രൈമറി ക്രൈറ്റീരിയ അല്ലേ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ആവണമെന്നുള്ളതിന് എന്താണ് ഹെഡ് റിയൽ പവർ എൻജോയ് ചെയ്യണം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പ്രൈമറി ക്രൈറ്റീരിയ അല്ല. സോ അതുകൊണ്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഗവൺമെൻറ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് നമ്മൾ ജസ്റ്റ് ആലോചിച്ചത് ലിമിറ്റഡ് ഗവൺമെൻറ് ആയിരിക്കും. സോ അതാണെന്ത് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, കാരണം ഇവിടെ എന്താണ് ഒരു ഫോർമൽ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ലോസ് പ്രിൻസിപ്പിളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമൽ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ലോസ് പ്രിൻസിപ്പിൾ ചെയ്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗവൺമെൻറ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവിടെ ലിമിറ്റേഷൻസ് വേണം. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഗവൺമെൻറ് ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് എന്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 95. വിത്ത് റെഫറൻസ് ടു ഇന്ത്യ ദ ടേംസ് ഹൽബി, ഹോ, കുയ് പെർട്ടൈൻ ടു. അപ്പോൾ എന്താണ് ഹൽബി, കോപ്പ്, കുയ് എന്ന് പറയുന്നത്? ഡാൻസ് ഫോംസ് ഓഫ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിങ്സ്, ട്രൈബൽ ലാംഗ്വേജസ്. അപ്പോൾ ഇതിൽ എന്താണ് ഹൽബി, ഹോ ആൻഡ് കുയ് പറയുന്നത്? അപ്പോൾ ഇത് മൂന്നും എന്തിനാണ് പറയുന്നത്? മൂന്നും ട്രൈബൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, ഹൽബി, അതുപോലെ ഹോ, ദെൻ കുയ്, ഇത് മൂന്നും എന്താണ് ട്രൈബൽ ലാംഗ്വേജസിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൽബി എന്ന് പറയുന്നത് എവിടെയാണ്? ഇതൊരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് ഹൽബി എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും എന്താണ് സെൻട്രൽ ഇന്ത്യയിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഇന്ത്യ എസ്പെഷ്യലി എന്താണ് ഛത്തീസ്ഗഡിലെ ബസ്താർ റീജിയനിലേക്കാണ് വരുന്നത്. ഛത്തീസ്ഗഡ്, ബസ്താർ. സോ അവിടേക്കാണ് എന്ത് ഹൽബി ലാംഗ്വേജ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പറയുന്നത് എന്താണ്, ഹോയാണ്. അതെന്താണ് മുണ്ട ലാംഗ്വേജ് ആണ്, സ്പോക്കൺ ബൈ ഹോ പീപ്പിൾ. ഇറ്റ് ഈസ് മുണ്ട ലാംഗ്വേജ് സ്പോക്കൺ ബൈ ഹൂം? സ്പോക്കൺ ബൈ ഹോ പീപ്പിൾ. ഇത് പ്രധാനമായിട്ടും എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ജാർഖണ്ഡ്, ഒഡീഷ, ഈ ഒരു സ്റ്റേറ്റിലേക്കാണ് എന്ത് ഈ ഒരു ലാംഗ്വേജ് കാണുന്നത്. ദെൻ ഫൈനലി വരുന്നത് എന്താണ്, കുയ് ലാംഗ്വേജ് ആണ്. ഇതൊരു ദ്രവിഡിയൻ ലാംഗ്വേജ് ആണ്. ദ്രവിഡിയൻ ലാംഗ്വേജ് ആണ്, സ്പോക്കൺ ബൈ ഖാണ്ട. ആരാണ് സ്പോക്ക് ചെയ്യുന്നത്? സ്പോക്കൺ ബൈ KANDHA, കാണ്ട. KANDHA, കാണ്ട. കാണ്ട പീപ്പിൾസ് ആണ് എന്തത് സ്പോക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും കാണ്ട ട്രൈബ് വരുന്നത് ഒഡീഷ റീജിയനിലാണ്. സോ അതാണ് കുയ് വരുന്നത്. സോ ആൻസർ ഇത് മൂന്നും എന്തായിരിക്കും ട്രൈബൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, സോ ഹൽബി, ഹോ ആൻഡ് കുയ് ഇത് മൂന്നും എന്താണ് ട്രൈബൽ ലാംഗ്വേജ് ആണ്. ഹൽബി എന്ന് വെച്ചാൽ ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. സെൻട്രൽ ഇന്ത്യയിലായിരിക്കും പ്രധാനമായിട്ടും ഛത്തീസ്ഗഡിലെ ബസ്താർ റീജിയനിലേക്ക് എന്താണ് സംസാരിക്കുന്നുണ്ട്. ദെൻ ഹോ വരുന്നത് മുണ്ട ലാംഗ്വേജ് ആണ്, സ്പോക്കൺ ബൈ ഹോ പീപ്പിൾസ് ആണ്. ദെൻ ജാർഖണ്ഡ്, ഒഡീഷയ്ക്കാണ് ഇത് പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കുയ് വരുന്നത് ദ്രവിഡിയൻ ലാംഗ്വേജ് ആണ്, സ്പോക്കൺ ബൈ കണ്ട പീപ്പിൾസ് ആണ്, അല്ലെങ്കിൽ കണ്ട ട്രൈബൽസ് ആണ്. പ്രധാനമായിട്ടും ഒഡീഷ റീജിയനിലാണ് വരുന്നത്. ഓക്കെ, സോ അതാണ് 95th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, consider the following statements in respect of Bharat Ratna and Padma Awards. Bharat Ratna and Padma Awards are titles under the Article 18 Clause 1 of the Constitution of India. Padma Awards, which are instituted in the year 1954, were suspended only once. Third statement, the number of Bharat Ratna Award is restricted to a maximum of 5 in a particular year.
വിച്ച് ഓഫ് ദ എബോ സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് കറക്റ്റ്. ഓക്കെ, ഇവിടെ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഭാരതരത്ന ആൻഡ് പത്മ അവാർഡ്സ് ആർ ടൈറ്റിൽസ് അണ്ടർ ആർട്ടിക്കിൾ 18 ക്ലോസ് ഉണ്ട്. നമ്മൾ പൊളിറ്റി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണെന്ത്, ആർട്ടിക്കിൾ 18 ഓക്കെ, ആർട്ടിക്കിൾ 18 നിന്നാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് വരുന്നത്. സോ അതിലെന്താണ് ഭാരതരത്ന ആയാലും പത്മ അവാർഡ്സ് ആയാലും എന്താണ്, അത് രണ്ടും എന്താണ് ഈ ടൈറ്റിൽസ് ആയിട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 18 ക്ലോസ് ഒന്നിൽ വരത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇത് രണ്ടും എന്താണ് സിവിലിയൻ ഓണേഴ്സാണ് കൊടുക്കുന്നത്, അല്ലാതെ എന്താണ് ഇത് ടൈറ്റിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും തെറ്റാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. കാരണം ഭാരതരത്ന ആൻഡ് പത്മ അവാർഡ്സ് ടൈറ്റിൽസ് അണ്ടർ ആർട്ടിക്കിൾ 18 ക്ലോസ് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചോദിച്ചേക്കുന്നത് നോട്ട് കറക്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും 1 വരും. അപ്പോൾ ഒന്നില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, പത്മ അവാർഡ്സ് വിച്ച് വെർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1954 വെർ സസ്പെൻഡഡ് ഓൺലി വൺസ് എന്നാണ് പറഞ്ഞത്. പത്മ അവാർഡ് എന്താണ് ഒരു പ്രാവശ്യം മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മോർ ദാൻ 1 ടൈംസ് എന്താണ് ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് അതും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, the number of Bharat Ratna award is restricted to a maximum of 5 in a particular year. Number of Bharat Ratna award എന്താണ് 5 ആണ്, ഒരു പർട്ടിക്കുലർ ഇയർ 5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5 അല്ല, എത്രയാണ് വരുന്നത്, 3 ആണ് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് അതും അപ്പോൾ തെറ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മൂന്നും എന്താണ് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഭാരതരത്ന ആൻഡ് പത്മ അവാർഡ്സ് ആർ ടൈറ്റിൽസ് അണ്ടർ ആർട്ടിക്കിൾ 18 ക്ലോസ് 1 എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് അത് തെറ്റാണ്. കാരണം എന്താണ് ഇത് 18 ക്ലോസ് 1 ടൈറ്റിൽസ് ആയിട്ട് വരത്തില്ല. ഇത് എന്താണ് പകരം ഒരു സിവിലിയൻ ഓണറാണ്. സിവിലിയൻ ഓണേഴ്സ് ആയിട്ട് മാത്രമേ ഇതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് വൺ, പത്മ അവാർഡ്സ് വിച്ച് വെർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1954 വെർ സസ്പെൻഡഡ് ഓൺലി വൺസ് എന്നാണ് പറയുന്നത്. ബട്ട് അത് 2 ടൈം തന്നെ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1977, 1980, അതായത് മൊറാർജി ദേശായി ഗവൺമെൻറ് ടൈമിൽ അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അഗെയിൻ ബിറ്റ്വീൻ എപ്പോഴാണ് 1992, 1995 ടൈമിലും എന്താണ് ഇത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 ടൈമിലും എന്താണ് പത്മ അവാർഡ്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൺലി വൺസ് എന്ന് പറയുന്നത് എന്തായാലും എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് തെറ്റാണ്. ദെൻ ദ നമ്പർ ഓഫ് ഭാരത് രത്ന അവാർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ മാക്സിമം ഓഫ് 5 ഇൻ എ പർട്ടിക്കുലർ ഇയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് 5 അല്ല, അത് എത്രയാണ് 3 ആണ്. ഒരു പർട്ടിക്കുലർ ഇയറിൽ 3 ആണിത് കൊടുക്കുന്നത്. ബട്ട് ഇൻ സം കേസസ് എന്താണ് അത് 4ഉം 5ഉം ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്താണ് നോർമലി കൊടുക്കുന്നത് എത്രയാണ് 3 ആണ് കൊടുക്കുന്നത്. പർട്ടിക്കുലർ ഇയറിൽ 3 ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ 1999 4 കൊടുത്തിട്ടുണ്ട്. 1994, 1999 എന്താണ് 4 കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2024 എത്രയാണ് 5 കൊടുത്തിട്ടുണ്ട്. സോ അതെന്താണ് ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. പക്ഷേ നോർമലി എത്രയാണ് 3 ആണ് ഒരു പർട്ടിക്കുലർ ഇയറിൽ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് 3 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. 1, 2 ആൻഡ് 3 മൂന്നും എന്താണ് റോങ് ആയിട്ടുള്ള ആൻസറാണ്. നെക്സ്റ്റ് 97, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, the United Nations Capital Development Fund and the Arbor Day Foundation have recently recognized Hyderabad as 2023 City of the World. Second statement, Hyderabad was selected for the recognition of a year following its commitment to grow and maintain the urban forest. Which of the following statement is correct in respect of the above statement? Both statement 1 and statement 2 are correct, and statement 2 is the correct explanation of statement 1. Second, both statement 1 and statement 2 are correct, but statement 2 is not the correct explanation of statement 1. Option C, statement 1 is correct, but statement 2 is not correct. Option D, statement 1 is not correct, but statement 2 is correct. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നതെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ 2020 റിലേറ്റഡ് ആയിട്ടാണ്. സോ കറണ്ട് അഫയേഴ്സ് അന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ് ഇവിടെ കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാൻ കാരണം എന്താണ് ഹൈദരാബാദിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്, റിക്കഗ്നൈസ്ഡ് ആസ് ഹൈദരാബാദ് 2023 സിറ്റി ഓഫ് ദ വേൾഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ദ റിക്കഗ്നൈസേഷൻ വാസ് ഗ്രാൻഡഡ് ബൈ ഹൂം. ഈ റിക്കഗ്നൈസേഷൻ കൊടുത്ത് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അല്ല, പകരം ആരാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ്. FAO ആണെന്ത് ഈ ഒരു റിക്കഗ്നൈസേഷൻ കൊടുത്തത്. ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അവരല്ല, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും അതുപോലെ എന്താണ് ആർബർ ഡേ ഫൗണ്ടേഷനും കൂടെ ചേർന്നാണ് എന്ത് FAOയും ആർബർ ഡേ ഫൗണ്ടേഷനും കൂടെ ചേർന്നാണ് ഹൈദരാബാദിന് എന്ത് ഈ 2023 സിറ്റി ഓഫ് ദ വേൾഡ് എന്നുള്ള കൺസെഷൻ കൊടുത്തത്. ഓക്കെ, ഇവിടെ പറയുന്നത് യുണൈറ്റഡ് നേഷൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നാണ് പറയുന്നത്. സോ അത് അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് റോങ് ആയത്.
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഹൈദരാബാദ് വാസ് സെലക്ടഡ് ഫോർ ദ റെക്കഗ്നൈസേഷൻ ഓഫ് എ ഇയർ ഫോളോയിങ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഗ്രോ ആൻഡ് മെയിൻറ്റെയിൻ ദ അർബൻ ഫോറസ്റ്റ്. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 നോട്ട് കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അല്ല, പകരം ഏതാണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ്. FAO ആണ് എന്ത് ഈ ഒരു റെക്കഗ്നൈസേഷൻ കൊടുത്തത്. ഹൈദരാബാദിന് 2023 സിറ്റി ഓഫ് ദ വേൾഡ് എന്ന് റെക്കഗ്നൈസേഷൻ കൊടുത്തത് FAO ആണ്. സോ അതാണ് 97. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് 98. Consider the following statements in respect of the Laureus World Sports Award, which was instituted in the year 2000. First statement, American golfer Tiger Woods was the first winner of this award. Second statement, the award was received mostly by Formula 1 players so far. Third statement, Roger Federer received this award maximum number of times compared to others. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ നോക്കി എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്? ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്. സോ അഗെയിൻ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 2000 കൊണ്ടുവന്ന ഒരു അവാർഡാണ് എന്ന് പറയുന്നത് ഈ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, അമേരിക്കൻ ഗോൾഫർ ടൈഗർ വുഡ്സ് വാസ് ദ ഫസ്റ്റ് വിന്നർ ഓഫ് ദിസ് അവാർഡ്. അമേരിക്കൻ ഗോൾഫറായ ടൈഗർ വുഡ്സ് ആണ് എന്ത് ഫസ്റ്റ് വിന്നർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. കാരണം ഫസ്റ്റ് വിന്നർ ഓഫ് ദിസ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് വിന്നർ ആരായിരുന്നു? അമേരിക്കൻ ഗോൾഫർ ടൈഗർ വുഡ്സ് ആയിരുന്നു. ഓക്കെ, സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then second നോക്കി, the award was received mostly by Formula 1 players so far. ഓക്കെ, അവാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എന്താണ്? Formula 1 പ്ലേയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം Formula 1 പ്ലേയേഴ്സിന് ഇത് 5 times മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ആർക്ക്? ടെന്നീസ് പ്ലേയേഴ്സിന് ഇത് 2026 കണക്ക് വെച്ച് 13 times. ബട്ട് ഈ ക്വസ്റ്റ്യൻ വന്നത് 2021. സോ ആ ടൈമിൽ എന്താണ് 11 times കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ടെന്നീസ് പ്ലേയേഴ്സിന് എത്ര തവണയാണ്? ടെന്നീസ് പ്ലേയേഴ്സ് ആസ് ഓഫ് 2021 11 times ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2026 13 times ആയിട്ടുണ്ട്. ബട്ട് ഫോർമുല 1 ആണെങ്കിൽ ഫോർമുല 1 5 times മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്? അവാർഡ് വാസ് റിസീവ്ഡ് മോസ്റ്റ്ലി ബൈ ഫോർമുല 1 പ്ലേയേഴ്സ് എന്നാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്? അവാർഡ് വാസ് റിസീവ്ഡ് മോസ്റ്റ്ലി ബൈ ഹൂം? ടെന്നീസ് പ്ലേയേഴ്സിനാണ്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകുമ്പോൾ നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടി. ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, 1 and 3 only ആയിരിക്കും. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോജർ ഫെഡറർ റിസീവ്ഡ് ദിസ് അവാർഡ് മാക്സിമം നമ്പർ ഓഫ് ടൈംസ് കമ്പയർഡ് ടു അതേഴ്സ്. ഓക്കെ, അതും ശരിയായിട്ടുള്ള ടൈമാണ്. കാരണം എന്താണ്? 5 times റോജർ ഫെഡറർ എന്താണ് ഈ ഒരു അവാർഡ് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 3 only ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു അവാർഡ് ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്ത ഫോർമുല 1 പ്ലേയേഴ്സ് അല്ല, പകരം ടെന്നീസ് പ്ലേയേഴ്സ് ആണ്. സോ ആസ് ഓഫ് 2021 11 times ആണ് എന്ത് ടെന്നീസ് പ്ലേയേഴ്സ് ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the following statements in respect of 32nd Summer Olympics. So 32nd Summer Olympics ആയിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, the official motto for this Olympic is a new world. ഓക്കെ, സോ അവരുടെ ഒഫീഷ്യൽ മോട്ടോ എന്താണ്? എ ന്യൂ വേൾഡ് എന്നായിരുന്നു പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സ്പോർട്സ് ക്ലൈംബിംഗ്, സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, കരാട്ടെ ആൻഡ് ബേസ്ബോൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഒളിമ്പിക്സ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? അഗെയിൻ ഫാക്റ്റാണ്. 32nd സമ്മർ ഒളിമ്പിക്സിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഒഫീഷ്യൽ മോട്ടോ ഓഫ് ദിസ് ഒളിമ്പിക്സ് ഈസ് എ ന്യൂ വേൾഡ്. ഓക്കെ, ന്യൂ വേൾഡ്, എ ന്യൂ വേൾഡ് എന്നാണ് അതിൻ്റെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത്. പക്ഷേ 32nd സമ്മർ ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ മോട്ടോ എന്താണ്? എ ന്യൂ വേൾഡ് അല്ല, പകരം എന്തായിരുന്നു? യുണൈറ്റഡ് ബൈ എമോഷൻ. ഓക്കെ, സോ യുണൈറ്റഡ് ബൈ എമോഷൻ എന്നായിരുന്നു എന്ത് 32nd സമ്മർ ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ബട്ട് ഈ എ ന്യൂ വേൾഡ് എന്നുള്ള മോട്ടോ ഏതിൻ്റെയാണ്? എ ന്യൂ വേൾഡ് എന്ന് പറയുന്നത് 2016 റിയോ ഒളിമ്പിക്സിൻ്റെ മോട്ടോ ആയിരുന്നു ഏതെന്ന് പറയുന്നത്? ഈ എ ന്യൂ വേൾഡ് എന്ന് പറയുന്നത് റിയോ ഒളിമ്പിക്സ്. സോ 32nd സമ്മർ ഒളിമ്പിക്സിൻ്റെ മോട്ടോ ഏതാണ്? യുണൈറ്റഡ് ബൈ എമോഷനാണ്. ബട്ട് എ ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഈ മോട്ടോ ഏതാണ്? 2016 റിയോ ഒളിമ്പിക്സിൻ്റെ മോട്ടോ ആണ് ഇത് എ ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സ്പോർട്ട് ക്ലൈംബിംഗ്, സർഫിംഗ്,
skateboarding, karate and basketballs are included in this Olympics. So ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സ്പോർട്സ് ക്ലൈമ്പിങ് ഈ ഒരു ഒളിമ്പിക്സിൽ എന്താണ് 5 ന്യൂ സ്പോർട്സാണ് ആഡ് ചെയ്തത്. ആ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്താണ് 5 ന്യൂ സ്പോർട്സാണ് ആഡ് ചെയ്തത്. അതാണ് ഏതൊക്കെ? സ്പോർട്സ് ക്ലൈമ്പിംഗ്, സർഫിംഗ്, സ്കേറ്റ് ബോർഡിംഗ്, കരാട്ടെ ആൻഡ് ബേസ്ബോൾ. സോ ഇത് ഇത്രയും എന്താണ് ആ ഒരു ടൈമിൽ ആഡ് ചെയ്തതാണ്. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റൈറ്റ് വരുന്നത്. 2 ഓൺലിയാണ് റൈറ്റ്. നെക്സ്റ്റ് 100. Consider the following statement in respect of the ICC World Test Championship. First statement, the finalists were decided by the number of matches they won. Second statement, New Zealand was ranked ahead of England because it won more matches than England. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ക്രിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫൈനലിസ്റ്റ് വെർ ഡിസൈഡഡ് ബൈ ദ നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ. ഫൈനലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ വെച്ചാണ്. പക്ഷേ എന്താണ്? നമ്പർ ഓഫ് മാച്ചസ് വോൺ വെച്ചല്ല, പകരം എന്തിനാണ്? പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് വെച്ചാണ് ദ ഫൈനലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് വെച്ചായിരുന്നു അത് ഫൈനലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ഫൈനലിസ്റ്റ് വെർ ഡിസൈഡഡ് ബൈ ദ നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ എന്നാണ്. പക്ഷേ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് വെച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിലെന്താണ് ന്യൂസിലൻഡും ഇംഗ്ലണ്ടും തമ്മിൽ നോക്കണമെങ്കിൽ ന്യൂസിലൻഡ് 11 മാച്ച് കളിച്ച് 7 വിൻ ചെയ്തിട്ടുണ്ട്. 7 കളി എന്താണ്? 11 കളി കളിച്ചാൽ 7 കളി ജയിച്ചിട്ടുണ്ട്. ബട്ട് ദ സെയിം ടൈം ഇംഗ്ലണ്ട് 21 മാച്ചസ് കളിച്ചതിൽ 11 വിൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ജയിച്ച ഏറ്റവും കൂടുതൽ ആരാണ്? ഇംഗ്ലണ്ടാണ്. ബട്ട് എന്നിരുന്നാലും പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് ആർക്കാണ് വരുന്നത്? ന്യൂസിലൻഡിനാണ് വരുന്നത്. ഓക്കെ, ഇംഗ്ലണ്ട് പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ് ന്യൂസിലൻഡിനെക്കാട്ടിയും കുറവായിരുന്നു. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഫൈനലിസ്റ്റ് വെർ ഡിസൈഡ് ബൈ ദ നമ്പർ ഓഫ് മാച്ചസ് ദേ വോൺ അല്ല, പകരം എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് വെച്ചാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. Then second statement, New Zealand was ranked ahead of England because it won more matches than England. Okay, again നമ്മൾ പറഞ്ഞു ന്യൂസിലൻഡ് വാസ് റാങ്ക്ഡ് എഹെഡ് ഓഫ് ഇംഗ്ലണ്ട് ബിക്കോസ് ഇറ്റ് വോൺ മോർ മാച്ചസ് ദാൻ ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ന്യൂസിലൻഡ് ഇംഗ്ലണ്ടിനെക്കാട്ടിയും കൂടുതൽ മാച്ച് ജയിച്ചത് കൊണ്ടാണ് ഫസ്റ്റ് വന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് കൺസിഡർ ചെയ്യുന്നത്? നമ്പർ ഓഫ് മാച്ചസ് ജയിക്കുന്നതല്ല, പകരം എന്താണ്? പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ന്യൂസിലൻഡ് 11 മാച്ചസ് കളിച്ച് 7 മാച്ച് വിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇംഗ്ലണ്ട് 21 മാച്ചസ് കളിച്ച് 11 മാച്ച് വിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇംഗ്ലണ്ടാണ് ഏറ്റവും കൂടുതൽ കളികൾ ജയിച്ചത്. ബട്ട് ഡെസ്പൈറ്റ് വിന്നിങ് മോർ മാച്ചസ് ഇംഗ്ലണ്ട്സ് പെർസെൻറ്റേജ് ഓഫ് പോയിൻറ്റ്സ് എത്രയായിരുന്നു? ന്യൂസിലൻഡിനെക്കാട്ടിയും ലോവർ ആയിരുന്നു. സോ അതുകൊണ്ട് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, കാരണം മോർ മാച്ചസ് വോൺ ചെയ്തത് കൊണ്ടല്ല ന്യൂസിലൻഡ് റാങ്ക്ഡ് എഹെഡ് ആയത്. സോ ആൻസർ ഇപ്പോൾ ഏതായിരിക്കും? 2 സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. നെയ്തർ 1 nor 2 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ 2021 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് സെക്ഷനിൽ 2022 BYQs ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, in-built lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.